മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ന്യൂകാസിലിന്റെ ഒരു ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് അവരുടെ വിങ്ങറും ഫോർവേഡൊക്കെ ആയി കളിക്കുന്ന ആന്റണി ഇലാംഗെ ന്യൂകാസിൽ സൈൻ ചെയ്തിട്ടുണ്ട്. 55 മില്യന്റെ ഒരു ഡീലാണ് ന്യൂകാസിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു സൈനിങ് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 38 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 11 അസിസ്റ്റും എല്ലാം നേടിയിട്ടുണ്ട്. പുള്ളിയുടെ കൗണ്ടർ അറ്റാക്കിംഗ് മൂവ് ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. നല്ല രീതിയിൽ 1-on-1 ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ്. നന്നായിട്ട് പാസ് കൊടുക്കും. എനിക്ക് തോന്നുന്നു ന്യൂകാസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് അവർ സൈൻ ചെയ്തത് എന്ന് പറയേണ്ടി വരും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് റയൽ മാഡ്രിഡിന്റെ സൈഡിൽ നിന്നാണ്. അവര് ബെൻഫിക്കയുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള അൽവേരോ കരേറാസിനെ ഏതാണ്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞു. 22 വയസ്സുള്ള ഈ ഒരു ലെഫ്റ്റ് ബാക്ക് എനിക്ക് തോന്നുന്നു ആ ഡിഫൻസിലെ ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പോ ജാബി അലോൺസോയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് വേണ്ടത് ഒരു അറ്റാക്കിംഗ് സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ വളരെ ക്രൂഷ്യലാണ്. കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു സാപ് ഡീലൊക്കെ റെയില് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഓഷിമാന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പുള്ളി ഗലാറ്റസറായിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോ ക്ലബ്ബ് വളരെ ഹാപ്പിയാണ്. ഗലാറ്റസറായി പുള്ളിയെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. 75 മില്യന്റെ ഒരു റിലീസ് ക്ലോസ് ഓഷിമാന്റെ കോൺട്രാക്റ്റിലുണ്ട്. ഇപ്പോ അൽ ഹിലാല് അത് കൊടുക്കാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് സൗദി ലീഗിലേക്ക് പോകാൻ ഇപ്പോൾ താല്പര്യമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ബോള് ഗലാറ്റസറായിയുടെ കോർട്ടിലാണ്. അവര് കുറച്ചുകൂടി നെഗോഷിയേറ്റ് ചെയ്ത് ഈ പ്രൈസ് റേഞ്ച് ഒരു 70-75 എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നപ്പോളി അഗ്രി ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അതുകൂടാതെ ഓഷിമാൻ നപ്പോളിയോട് ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് പുള്ളി വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. നമ്മൾ മുഹമ്മദ് കുഡൂസിനെ സൈൻ ചെയ്യാൻ വേണ്ടി 55 മില്യന്റെ ഒരു ബിഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഹാം അത് റിജക്ട് ചെയ്തു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 75 മില്യണൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ സ്പേഴ്സ് പോകുന്നുള്ളത് കണ്ടറിയണം. പക്ഷേ പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കേൾക്കുന്നുണ്ട്. പുള്ളി ചെൽസിയിലേക്ക് പോകുന്നുള്ള ഒരു റൂമർ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണൽ ടേംസ് ഏതാണ്ട് സ്പേഴ്സ് ആയിട്ട് അഗ്രി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഡാനിയൽ ലീവിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. പുള്ളി കുഡൂസിനെ സൈൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. അപ്പൊ റാസ്മസ് ഹോയ്ലൻഡിനെ ഈ ഒരു സമ്മറിൽ സെയിൽ ചെയ്യോ അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് വെക്കുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഇന്റർ കൃത്യമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റാസ്മസ് ഹോയ്ലൻഡിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അമോറത്തിന്റെ അടുത്ത വർഷത്തെ പ്ലാനിൽ പുള്ളി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കളിപ്പിക്കുക, ഒരു സ്റ്റാർട്ടിംഗ് എലമെന്റിൽ പുള്ളി ഉണ്ടാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോ ബോള് ക്ലബിന്റെ സൈഡിൽ തന്നെയാണ്. ക്ലബിന് വേണമെങ്കിൽ അഡ്വാൻസ് നെഗോഷിയേഷനിലൂടെ പോയിട്ട് ഇന്ററുമായിട്ട് സംസാരിച്ചിട്ട് ഈ ഹോലാൻഡിനെ ഓഫ്ലോഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഫൈനൽ അതോറിറ്റി എനിക്ക് തോന്നുന്നു ബോർഡും അമോറിയുമായിട്ടുള്ള ഡിസ്കഷന് ശേഷമായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കുറച്ച് ഫാൻസ് പറയുന്നത് പുള്ളിക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റ് മെജോറിറ്റി ഫാൻസും പറയുന്നത് എത്രയും പെട്ടെന്ന് സെല്ല് ചെയ്യുക, ക്യാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.